പരിശോധിച്ചു നോക്കിയാൽ സ്ത്രീകൾ നേതൃത്വം കൊടുത്ത, വീട്ടിലെ അമ്മമാരും ഉമ്മമാരും നേതൃത്വം കൊടുത്ത ഒരു സമരവും ഇന്ത്യ മഹാരാജ്യത്ത് പരാജയപ്പെട്ടിട്ടില്ല എങ്കിൽ പെട്ടിപ്പാലം സമരവും നാളെ വിജയിക്കും. അതിൽ വിരല് കടിച്ച് നാളെ ഖേദിക്കുന്നതിനേക്കാൾ ഉത്തമം ഏറ്റവും നല്ല രീതിയിൽ ഇതിന് പരിഹാരം കാണുന്നതാണ് എന്ന് CPM-ന്റെ നേതൃത്വം മനസ്സിലാക്കേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം CPM-നെതിരെ ഇങ്ങനെ സംസാരിക്കുന്നത് CPM-നോട് പ്രത്യേകിച്ച് സംഘടനാപരമായ വിയോജിപ്പോ വൈരാഗ്യമോ വിദ്വേഷമോ ഉള്ളതുകൊണ്ടല്ല. CPM എന്നല്ല, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയോടും ഒരു ഗ്രൂപ്പിനോടും ഒരു വേദിയോടും ജമാഅത്തെ ഇസ്ലാമിക്ക് അത്തരത്തിലുള്ള ഒരു സംഘടന ഐത്തമില്ല. മറിച്ച് ചർച്ചകളിലും പങ്കുവെക്കലുകളിലും വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ചില തിരുത്തലുകൾ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇടപെട്ടുകൊണ്ട് നടത്തേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. ആശയം ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുവാൻ, ആദർശത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാൻ, നിലപാടുകളെ വെളിച്ചത്ത് കൊണ്ടുകൊണ്ട് സംസാരിക്കുവാൻ CPM-ന്റെ നേതൃത്വം തയ്യാറാകേണ്ടതുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയാം, ഈ സമരം അന്യായമാണ്, എന്തുകൊണ്ട് അന്യായം എന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് വിശദീകരിക്കാം. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള ഒരു നടപടിയല്ല, മറിച്ച് ഇരുട്ടിന്റെ മറവിൽ ചില നുള്ളലുകളും മാന്തലുകളും അതേപോലുള്ള സംഗതികളും ഒക്കെയാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. തീർച്ചയായും ഞാൻ ഒരു കാര്യം അടിവരയിട്ടുകൊണ്ട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, CPM-ന്റെ തലശ്ശേരി ഏരിയ സമ്മേളനം മഞ്ഞോടിയിൽ വെച്ച് നടക്കുകയുണ്ടായി. ആ സമ്മേളനത്തിൽ വെച്ച് നിങ്ങൾ പാസാക്കിയ സംഘടനാ പ്രമേയമെങ്കിലും പാലിക്കുവാൻ CPM തയ്യാറാകണം. എന്താ പ്രമേയം? മാലിന്യങ്ങൾ അതിന്റെ ഉത്ഭവ സ്ഥാനത്ത് തന്നെ സംസ്കരിച്ചെടുക്കണമെന്നാണ്. സംസ്കരിച്ചെടുക്കണമെന്നാണ് പ്രമേയം. ഇത് പാസാക്കിയത് തലശ്ശേരിയിലെ CPM-ന്റെ തലശ്ശേരി ഏരിയ സമ്മേളനത്തിലാണ്. നിങ്ങൾ അറിയുമോ, തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന മാലിന്യം ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിലെ പുന്നോളിലെ പെട്ടിപ്പാലം പരിസരത്ത് നിക്ഷേപിക്കണമെന്നല്ല പ്രമേയം പാസാക്കിയത് CPM-ആണ്. ആ പ്രമേയത്തിനോടെങ്കിലും ഇത്തിരി ആത്മാർത്ഥത കാണിക്കുവാൻ CPIM തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് വിനീതമായി പറയുവാനുള്ളത്. അല്ലാതെ ഭൂമാഫിയ എന്നാരോപിച്ച് വർഗീയ തീവ്രവാദ ഭീകരവാദ മസാലക്കൂട്ടുകൾ ചാലിച്ചുകൊണ്ട് ഇവിടെ അങ്ങോട്ട് ഒഴുക്കിയത് കൊണ്ട് ഇന്നാട്ടിലെ ജനങ്ങളെ അങ്ങോട്ട് പറ്റിച്ചു കളയാം എന്ന് CPM വ്യാമോഹിക്കരുത്. ഉത്തരവാദപ്പെട്ട ഒരു ബഹുജന പ്രസ്ഥാനം എന്ന നിലയ്ക്ക് CPIM പോലുള്ള ഒരു പാർട്ടിക്ക് അതൊരിക്കലും തന്നെ യോജിക്കുകയില്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലപാടുകൾ മാറ്റിക്കൊണ്ട് ക്രിയാത്മകമായ പരിഹാരങ്ങൾക്ക് CPM തയ്യാറാകണം എന്ന് നിങ്ങളെ ഉപദേശിച്ചുകൊണ്ട്, ഗുണകാംക്ഷയുടെ ഭാഷയിൽ ഉപദേശിച്ചുകൊണ്ട് മുഴുവൻ നാട്ടുകാർക്കും ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ ഊഷ്മളമായ വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.